വത്തിക്കാനിൽ ഭീകരാക്രമണ സാധ്യതകളെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരങ്ങൾ പരിഗണിച്ച് ബസിലിക്ക ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ലോകോത്തര ശില്പങ്ങൾക്ക് 10 മടങ്ങ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ വത്തിക്കാൻ്റെ ഉന്നതതല സെക്യൂരിറ്റി വിഭാഗമായ ഫാബ്രിക്ക ഡി സാൻ പിയത്രോ തീരുമാനിച്ചു. തിരുസഭ ജൂബിലി വർഷമായി ആചരിക്കാൻ ഉദ്ദേശിക്കുന്ന 2025 ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വത്തിക്കാൻ സന്ദർശിക്കുന്ന അവസരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരാക്രമണത്തിന് തീവ്രവാദ സംഘടനകൾ പദ്ധതിയിടുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ സെക്യൂരിറ്റി മുൻകരുതൽ. ഇതിൻ്റെ ആദ്യ ഭാഗമായി ഉടൻ തന്നെ മൈക്കിൾ ആഞ്ചലോയുടെ ലോകപ്രസിദ്ധ ശില്പമായ പിയേത്ത ബുള്ളറ്റ് പ്രൂഫ് പാനലുകൾ ഘടിപ്പിച്ച ഗ്ലാസിനുള്ളിലാക്കി സുരക്ഷിതമാക്കാൻ വത്തിക്കാൻ തീരുമാനിച്ചു. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആഗോള പ്രശസ്തമായ കലാസൃഷ്ടികളിൽ ഒന്നാണ് മൈക്കിൾ ആഞ്ചലോയുടെ പിയേത്ത. ആ ശില്പത്തിനാണ് ഇനി കൂടുതൽ സുരക്ഷ ഒരുക്കുന്നത്. 9 ബുള്ളറ്റ് പ്രൂഫ് തകരാത്ത ഗ്ലാസ് പാനലുകളാണ് ഇതിന് മുമ്പിൽ സ്ഥാപിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ബസിലിക്കയിലൂടെ ഓരോ ദിവസവും ഒഴുകുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ ദൃശ്യപരത മെച്ചപ്പെടുത്തുന്നതിനും ഉന്നത സുരക്ഷയ്ക്കും പരമാവധി സുതാര്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ ഗ്ലാസ് പാളികൾ ഒരുക്കുന്നതെന്ന് ബസിലിക്കയുടെ പരിപാലനത്തിന് ഉത്തരവാദിത്തമുള്ള ഓഫീസായ ഫാബ്രിക്ക ഡി സാൻ പിയട്രോ പറഞ്ഞു. വിദഗ്ധരുടെ സംഘം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നൂതനമായ ഹൈടെക് ആങ്കറിംഗ് സംവിധാനം കൊണ്ട് സജ്ജീകരിക്കുകയും ശില്പത്തിൻ്റെ മികച്ച സംരക്ഷണത്തിനും ആസ്വാദനത്തിനുമായി എല്ലാ ഘടകങ്ങളും ശ്രദ്ധാപൂർവം പഠിച്ചിട്ടുമാണ് ഈ സുരക്ഷാ വലയം ക്രമീകരിക്കുന്നതെന്നും ഫാബ്രിക്ക ഡി കൂട്ടിച്ചേർത്തു. ജൂബിലി വർഷമായി തിരുസഭ കൊണ്ടാടുന്ന 2025 മുന്നോടിയായി പുനരുത്ഥാന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ആരംഭിച്ചു. ഈ സെപ്റ്റംബറിൽ ഈ ശില്പത്തെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അധികൃതർ ലക്ഷ്യമിടുന്നു. 1499 വെറും 23 വയസ്സുള്ളപ്പോൾ മൈക്കിൾ ആഞ്ചലോ നിർമ്മിച്ചതാണ് വിശ്വവിഖ്യാതമായ പിയാത്ത ശില്പം. കുരിശിൽ ജീവത്യാഗം ചെയ്ത യേശുവിൻ്റെ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തിയതാണ് ഇതിലെ പ്രതിപാദ്യം. 1498 1499 ഇടയിൽ വെറും 9 മാസത്തിനുള്ളിൽ ഇത് അദ്ദേഹം പൂർത്തിയാക്കിയതായി വത്തിക്കാൻ്റെ ഫാബ്രിക്ക അവരുടെ വെബ്സൈറ്റ് പറയുന്നുണ്ട്. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിക്കുന്ന ഈ ശില്പത്തിന് സമാനമായ നിരവധി ശില്പങ്ങൾ ലോകമെമ്പാടും ഉണ്ടെങ്കിലും റോമിലെ പിയാത്തയാണ് എക്കാലവും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം. മൈക്കിൾ ആഞ്ചലോ തൻ്റെ പേരെഴുതി ഒപ്പുവെച്ച അദ്ദേഹത്തിൻ്റെ ഏക ശില്പം പിയേത്ത എന്ന മനോഹര ശില്പമാണ്. ഇതിനു മുമ്പും ഈ ശില്പത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 1972 മെയ് 21 മൈക്കിൾ ആഞ്ചലോയുടെ മനോഹര ശില്പത്തിനെതിരെ കുപ്രസിദ്ധമായ ആക്രമണം നടന്നത്. ഏതാണ്ട് 54 വർഷങ്ങൾക്ക് മുമ്പ് ലാസ്ലോ ടോത്ത് എന്ന ഹംഗേറിയൻ മനുഷ്യൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഈ അൾത്താരയുടെ മുകളിൽ റെയിലിന് മുകളിൽ കയറി മൈക്കിൾ ആഞ്ചലോയുടെ പിയേത്തയെ ഒരു ചുറ്റിക ഉപയോഗിച്ച് ആക്രമിച്ചു. യേശുവിനെ കുരിശിൽ നിറക്കിയ ശേഷം അമ്മയുടെ മടിയിൽ കിടത്തിയ മനോഹരമായി നവോത്ഥാന മാസ്റ്റർ പീസ് അതിനെ 15 പ്രാവശ്യം അദ്ദേഹം ചുറ്റിക കൊണ്ടടിച്ച് വ്യാപകമായ കേടുപാടുകൾ വരുത്തി. മറിയത്തിൻ്റെ മാർബിൾ കൈ അടർന്നു താഴെ വീണു. മൂക്കിനും കൺപോളയിലും അടിയേറ്റു. ഭയചകിതരായ തീർത്ഥാടകർക്ക് മുമ്പിൽ നടന്ന ഈ ആക്രമണത്തിൽ മഡോണയുടെ ഇടത് കൈയും കൈമുട്ടും എല്ലാം തട്ടി താഴെ കണ്ടുനിന്ന മനുഷ്യർ വാവിട്ട് കരഞ്ഞു. അതിന് സാക്ഷ്യം വഹിച്ച
വിശ്വാസി സമൂഹം ഈ വ്യക്തി ചിപ്പ് ചെയ്ത് പുറത്താക്കിയ അവശിഷ്ടങ്ങളെല്ലാം സുവനീറുകളായി പോക്കറ്റിലെടുത്ത് സൂക്ഷിച്ചു. പിന്നീട് ഒരാൾ അതിൽ പശ്ചാത്തപിക്കുകയും അനധികൃതമായി അവിടുന്ന് സമ്പാദിച്ച മൈക്കിൾ ആഞ്ചലോയുടെ പിയേത്തയുടെ ഭാഗങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് തൻ്റെ പേര് പുറത്തു പറയാതെ റോമിലേക്ക് അയക്കുകയും ചെയ്തു.